നമുക്ക് ഒരു റൂമിൻ്റെ DB മുതൽ അതിൻ്റെ ഫുൾ വയറിങ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് സീലിംഗ് കൂടൽ വയർ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ വാർക്കയുടെ സമയത്ത് ഒരു റൂം അല്ലെങ്കിൽ ഒരു വീടാണ് മൊത്തം എടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം വരുന്ന വീടാണ് വരുന്നത്. 2 ബെഡ്റൂം വരുന്ന വീട്, കിച്ചൺ, ചെറിയൊരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെയിൻ DB വരുന്ന ഏരിയ നമ്മൾ നേരത്തെ ഈ പറയുന്ന എല്ലാ പൈപ്പുകളും ഒന്നിച്ച് വന്നിറങ്ങുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ പൈപ്പുകളെല്ലാം കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആദ്യമേ തന്നെ നമ്മൾ തീരുമാനമാക്കേണ്ടത് DB എവിടെയാണ് എന്ന് തീരുമാനമാക്കുക. അവിടേക്കാണ് നമ്മുടെ കംപ്ലീറ്റ് പൈപ്പുകളും റൂമിൻ്റെ ആണെങ്കിലും കിച്ചണിൻ്റെ ആണെങ്കിലും എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന പൈപ്പുകളും കാര്യങ്ങളെല്ലാം കൊണ്ടുവരേണ്ടത് അവിടെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വയറിങ്ങിന് ഏൽപ്പിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ DB എവിടെ നിന്ന് തീരുമാനിക്കണം. ആ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇലക്ട്രീഷ്യനോട് കറക്റ്റായിട്ട് പറയണം ഇന്ന സ്ഥലത്താണ് DB വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നീട് ആ DB അവിടെ നിന്ന് മാറ്റുക എന്നുണ്ടെങ്കിൽ ഇത് ഹൈ റിസ്ക് ആയിരിക്കും. കാരണം പൈപ്പ് കാര്യങ്ങളെല്ലാം വാർക്കയുടെ വരുന്ന പൈപ്പുകളെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത് ആ DB വരുന്ന സ്ഥലത്തായിരിക്കും. പിന്നീട് നമ്മൾ മാറ്റുന്ന സമയത്ത് അവിടെ നിന്ന് കംപ്ലീറ്റ് വയറിങ്ങും മാറ്റേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുവന്നു, അവിടേക്ക് നമ്മൾ വേണ്ട പൈപ്പുകളെല്ലാം കൊണ്ടുവന്നു. ഇത് സെപ്പറേറ്റ് റൂമാണ്. ഈ റൂമിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വരുന്നത് നമുക്കൊരു ഫാനിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. ഫാൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് മാക്സിമം ഇതിവിടെ ഭിത്തിയില്ലാത്ത ഒരു ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ബിൽഡിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അതായത് ബിൽഡിംഗ് എന്നൊരു കട റൂമിൻ്റെ പോലെയാണ് എൻ്റെ വീടിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ് പോലെ ചെയ്തിരിക്കുന്നത്. ഭിത്തികൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 സൈഡുകളിലേക്കും സ്വിച്ച് ബോർഡിലേക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ട്യൂബിൻ്റെ ലൈറ്റ് പോയിൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന വാർക്കയുടെ മുകളിലൂടെ ഇടേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിൻ്റെ സെൻട്രലായിട്ട് ഒരു ജംഗ്ഷൻ വെച്ചു. ആ ജംഗ്ഷനിൽ നിന്ന് 4 സൈഡുകളിലേക്കും പൈപ്പ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇറക്കിയിട്ടു. സ്വിച്ച് ബോർഡിലേക്ക് വരുന്നത് അങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പകുതി ഒരു 50% വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വെട്ടിപ്പൊളി പൈപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ഓപ്ഷനിൽ തന്നെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, AC ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിരിക്കും. ടൈറ്റ് വയറിങ് ചെയ്യരുത്. ടൈറ്റ് വയറിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടേക്കാണ് വേണ്ടത് ആദ്യമേ തന്നെ അവിടേക്കുള്ള പൈപ്പുകൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഈ പൈപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ വാർക്കുന്ന സമയത്ത് ഇതിൽ ചവിട്ട് കിട്ടാതെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ 2 കമ്പി നമ്മൾ പോകുന്ന പോലെ തന്നെ ട്രോളി കാര്യങ്ങളൊക്കെ, കോൺക്രീറ്റിൻ്റെ ട്രോളി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പൈപ്പിലൂടെ കയറി പൈപ്പ് ഞെങ്ങി പോകാനും പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൽ സിമൻറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് അടിച്ച് കയറും, ബ്ലോക്ക് ആയിപ്പോവും. ഇപ്പോൾ പ്ലിങ്ങി, അതായത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് അത് പ്ലിങ്ങി അതായത് അമർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും വയറുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന വയറുകൾ ചിലപ്പോൾ നമുക്ക് വലിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഫെയിൽഡ് ആവും. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ 2 കമ്പികളുടെ, അതായത് സ്ലാബിന് എന്തായാലും ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് കനം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ലെയർ താഴെ ഒരു കമ്പി ഉണ്ടാവും, മുകളിൽ ഒരു ലെയർ കമ്പി കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 കമ്പികളുടെ സെൻറ്ററിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് ആ സ്ലാബിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ സ്ലാബ് കഴിയുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റ് കഴിയുന്ന സമയത്ത് സ്ലാബിൻ്റെ സെൻറ്ററിലൂടെ പൈപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ട് കിടക്കും. ഏറ്റവും താഴെ കിടക്കുന്നത് നല്ലതല്ല, ഏറ്റവും മുകളിലും വരുന്നത് നല്ലതല്ല. അപ്പോൾ ഏറ്റവും നല്ലത് സെൻറ്ററിലൂടെ കിടക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പൈപ്പുകൾ ഡയറക്റ്റായിട്ട് നമ്മൾ ജംഗ്ഷൻ താഴ്ന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുക. എസ്പെൻറ്റ് അടിച്ച് വളച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.